ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ അറിയാനും ആ ശ്രീമന്നാരായണനിൽ അലിയാനുമുള്ള ഒരു എളിയ ശ്രമം, അതാണ് നാരായണീയ മധുരം എന്ന ദൈനംദിന ശ്ലോകോപാസനയിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നത്. നാരായണീയ മധുരത്തിൽ ഇന്ന് മൂന്നാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകമാണ് നാം അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നാരായണീയ മധുരത്തിൻ്റെ 26ാമത്തെ ദിവസമാണ്. ആദ്യം ആ ശ്ലോകം ചൊല്ലാം, അതിനുശേഷം അതിൻ്റെ പ്രഭാഷണം, തുടർന്ന് ശ്രീഹരീയ ഭാഷാഗാനം, ആലാപനം. ഭവൽ ഭക്തിസ്താവൽ പ്രമുഖമധുരാ ത്വദ്ഗുണരസാൽ കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനീ. പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. പട്ടരിപ്പാട്. ഭക്തി രോഗങ്ങളെ ജയിക്കാൻ ശക്തിയാർജിച്ചു കഴിഞ്ഞു. ആ ഭക്തി ആദ്യന്തമധുരമാണ്, അല്ലെങ്കിൽ ആദിമധ്യാന്തം മധുരമാണ് എന്ന് ഉറപ്പിക്കുകയാണ്. ഭവത് ഭക്തി താവൽ ത്വദ്ഗുണരസാൽ പ്രമുഖമധുര.
അവിടുത്തെ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തി മാത്രമേ അവിടുത്തെ ആനന്ദരസം കൊണ്ട് തുടക്കത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ. കിമപി ആരൂഢാചേൽ, കുറച്ചു വളർന്നാലോ എല്ലാ ദുഃഖങ്ങളെയും അഖില പരിതാപപ്രശമനി, സകല ദുഃഖങ്ങളെയും നിശേഷം ഇല്ലാതെയാക്കണു. പുന അന്തേജ സ്വാന്തേ, പിന്നെ അവസാനത്തിലോ സ്വാന്തേ, നമ്മുടെ മനസ്സിൽ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി, വിമലമായ തെളിഞ്ഞ ആ ജ്ഞാനോദയത്തോട് ചേർന്ന പരമാനന്ദാദ്വൈതം, പരമാനന്ദത്തിൻ്റെ ആ ഐക്യത്തെ, ദ്വൈതമില്ലാത്ത അവസ്ഥയെ പ്രദാനം ചെയ്യണു, ഒന്നായിത്തീരുന്നു. അതാ അപരം കിം പ്രാർത്ഥ്യം, ഇതല്ലാതെ വേറെന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അല്ലെങ്കിൽ ഗുരുവായൂരപ്പ ഞാൻ അങ്ങയോട് ആവശ്യപ്പെടേണ്ടത്? ജീവിതത്തിൽ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്? സുഖമുണ്ടാവുകയും ദുഃഖം ഇല്ലാതെയാവുകയും ഒടുവിൽ മോക്ഷം ലഭിക്കുകയും ചെയ്യുക. ഇതാണ്. ഇതിൽ കവിഞ്ഞ് ആർക്കും ഈ ജീവിതത്തിൽ മറ്റൊന്നും നേടാനില്ല, വേറൊന്നും ആവശ്യമില്ല. അത് മൂന്നും ഭക്തി കൊണ്ട് ലഭിക്കും എന്നാണ് പട്ടേരിപ്പാട് ഉറപ്പിക്കുന്നത്. അതിനാൽ ആ ഭക്തി മാത്രം മതി, ഭവൽ ഭക്തി. അവിടുത്തെ ആ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തി, അതാണ് വേണ്ടതെന്നാണ്. ആ ഭക്തി മാത്രം അല്ലെ, വേറെന്താണ് ആവശ്യപ്പെടേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അതുമാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ്. എൻ്റെ രോഗക്ലേശങ്ങളെ ആ ഭക്തി മാറ്റിക്കോളും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് സുഖകരമായ അവസ്ഥയെ ആ ഭക്തി നൽകും എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ അവസാനം ആ അദ്വൈത ഭാവത്തിലേക്ക്, മഹാനന്ദമാകുന്ന അദ്വൈത ഭാവത്തിലേക്ക്, ആ മുക്താവസ്ഥയിലേക്ക് അത് എന്നെ എത്തിക്കും എന്ന് ഉറപ്പുണ്ട്. ഇതിൽ ഭക്തിക്ക് പരിപൂർണ ബലം കൈവന്നു എന്നാണ് പട്ടേരിപ്പാട് കാണിച്ചു തരുന്നത്. അപ്പോൾ ക്ലേശങ്ങൾ മുഴുവൻ തീർത്ത് കർമ്മേന്ദ്രിയങ്ങൾക്കും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും മനസ്സിനും ആ ഭഗവാനെ ഭജിക്കാൻ താല്പര്യമുണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ആദ്യം ഒരിക്കൽ കൂടി ഈ 3-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം ചൊല്ലാം. പിന്നീട് അതിൻ്റെ മലയാള പരിഭാഷ നതോന്നതാവൃത്തത്തിൽ വജ്ജിപ്പാട്ടിൻ്റെ ഇടത്തിൽ പാടി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. ഭവൽ ഭക്തിസ്താവൽ പ്രമുഖ മധുരാ ത്വദ്ഗുണരസാൽ കിമപ്യാരൂഢാ ചേദഖില പരിതാപ പ്രശമനി പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം. അങ്ങയിലെനിക്കു ഭക്തി മധുരമായി തുടങ്ങുന്നു, വളരുമ്പോൾ ക്ലേശങ്ങളെ ശമിപ്പിക്കുന്നു. അങ്ങയിലെനിക്കു ഭക്തി മധുരമായി തുടങ്ങുന്നു, വളരുമ്പോൾ ക്ലേശങ്ങളെ ശമിപ്പിക്കുന്നു. അന്ത്യകാലേ പരബ്രഹ്മ സിദ്ധിയെയും നൽകിയിടുന്നു. അന്ത്യകാലേ പരബ്രഹ്മ സിദ്ധിയെയും നൽകിയിടുന്നു. മറ്റെന്തു ഞാൻ ആഗ്രഹിക്കും കായാമ്പൂവർണ. നാരായണ 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 കായാമ്പൂവർണ. സർവത്ര
നാരായണ നാമസങ്കീർത്തനം നാരായണ.